യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തകൾ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സങ്കീർത്തന പുസ്തകം 46 അധ്യായം 10 വാക്യത്തെ ആസ്പദമാക്കി തുടങ്ങിയതായ ആത്മീക ചിന്ത നമുക്ക് മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലൂടെ സഞ്ചരിച്ച് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. എങ്കിലും നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്ന ചിന്തകളെല്ലാം തന്നെ ഇപ്രകാരമുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ദൈവം സൗഖ്യം തരുമെന്നോ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കുമോ എന്ന് പറയാൻ മാത്രമല്ല, മറിച്ച് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മെക്കുറിച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവത പ്രകാരം നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്താലുള്ള അനുഗ്രഹം നമുക്ക് ശരിയായിട്ട് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ ഓരോരുത്തരെയും അതിനായി സഹായിക്കുന്നതായ ദൈവവചന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായ ആത്മീക ദൂതുകളെ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഇന്നു മുതൽ നമ്മൾ മറ്റൊരു ചിന്തയിലേക്കാണ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അതേപോലെ തൻ്റെ അടുക്കൽ കടന്നു വരുന്നവരായ ആളുകളോടൊപ്പം ആയിരിക്കുമ്പോൾ വളരെ വ്യക്തമായി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യേശു സംസാരിച്ചിട്ടുണ്ട്. നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളെ, ജീവൽ പ്രശ്നങ്ങളെ, അതേപോലെ തന്നെ ജീവിത കാര്യങ്ങളെ ഒക്കെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് എന്നൊക്കെ നമ്മൾ അറിയുവാൻ വളരെ ആകാംക്ഷയുള്ളവരാണ്. ഇതുപോലെ തന്നെ ആകാംക്ഷയുള്ളവരായിരുന്നു ഈ കടന്നു വന്നവരായ ആളുകളും. അവർ അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളെ നേരിടുന്നവരായ ആളുകളായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് വിചാരം എന്നുള്ള വിഷയമാണ്. വിചാരം അല്ലെങ്കിൽ വറി എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ കേഴ്സ് നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ ആകുലതകൾ. അപ്പോൾ നമ്മൾ ധാരാളമായി അങ്ങനെ അനുഭവിക്കുന്നവരായ ആളുകളാണ്. ഒരാൾക്ക് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല വിചാരങ്ങൾ കടന്നു വരുന്നത്. പണം ഉള്ളവർക്കും വിചാരങ്ങളുണ്ട്, പണം ഇല്ലാത്തവർക്കും വിചാരങ്ങളുണ്ട്. സമൂഹത്തിൽ വളരെ താഴേക്കടയിൽ ജീവിക്കുന്നവർ എന്ന് അറിയപ്പെടുന്നതായ ആളുകൾക്കും സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ ജീവിക്കുന്നവർ എന്ന് അവകാശപ്പെടുകയും നമ്മളൊരു പക്ഷേ കാണുകയും ചെയ്യുന്ന ആളുകൾക്കും ഒരേപോലെ തന്നെ വറീസ് ഉണ്ട്, വിചാരങ്ങളുണ്ട്, ആകുലതകളുണ്ട്, ആകാംക്ഷകളുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിവസങ്ങൾ കടന്നു വരാറുണ്ട്. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ വരുന്നു, വെഡിങ് ആനിവേഴ്സറി വരുന്നു, നമ്മുടെ കുട്ടികളുടെ ജന്മദിനം വരുന്നു, പുതുവർഷം വരുന്നു, ചില പെരുന്നാളുകൾ, ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സന്തോഷിക്കാറുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ അന്നേരം സന്തോഷിച്ചെന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ വളരെ ശൂന്യതകളും നിരാശകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മുമ്പ് ഡാൻസ് ചെയ്തതും നമ്മൾ സന്തോഷിച്ചതും കൈയടിച്ചതും ഒക്കെ ഒരു കപടതയായിരുന്നു എന്ന് നമ്മളിൽ പോലും നമ്മൾ പറയുന്നതായ അനേക അനുഭവങ്ങൾ ഉള്ളവരായ ആളുകൾ അനേകമാണ്. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി നമ്മളെ വരച്ചു കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ടും അതേപോലെ തന്നെ പുരുഷാരവുമായി സംസാരിക്കുമ്പോൾ യേശു വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതേപോലെ തന്നെ ദൈവരാജ്യം എന്നുള്ള ആ വളരെ ശ്രേഷ്ഠമേറിയതായ യേശുക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം, യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉദ്ദേശമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 6 അധ്യായം അതിൻ്റെ 33 വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും എന്ന് പറയുമ്പോൾ അതിൻ്റെ മുൻ ഭാഗങ്ങളിൽ മനുഷ്യർ വിചാരപ്പെടുന്നതായ കാര്യങ്ങളിൽ, ആ വിചാരങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്നതായ കാര്യങ്ങൾ, അതിൽ വളരെ പ്രധാനമായിട്ട് യേശുക്രിസ്തു അവിടെ ഊന്നി പറയുന്നത് ഉണ്ണുവാനും ഉടുക്കുവാനും ഉള്ളതായ കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മൾ ധരിക്കുന്നത്, ഇതൊക്കെയാണ് യേശുക്രിസ്തു ഈ 6 അധ്യായത്തിൽ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത്.
തീർച്ചയായിട്ടും നമുക്കറിയാം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇതൊക്കെ. ധരിക്കുവാനുള്ളത്, ഭക്ഷിപ്പാനുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ താമസം, നമ്മുടെ വീട്, ഇതെല്ലാമാണല്ലോ. ഇത് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തു ഇത് പറയുമ്പോൾ ഇതൊക്കെയും ദൈവമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു സന്ദേശം നൽകുകയാണ്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും എന്താ ചിന്തിക്കുന്നത്? ഞാൻ കഴിക്കുന്ന ആഹാരം എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ്, ഞാൻ വെച്ചതായ വീട് എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ്, അതുപോലെ ഞാൻ ധരിക്കുന്നതായ വസ്ത്രം എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ്. പക്ഷേ കർത്താവ് യേശുക്രിസ്തു പ്രകൃതിയിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കുക. പ്രകൃതിയിലേക്ക് യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കണേ, ശലോമോൻ രാജാവ് വളരെ ബുദ്ധിയുള്ള രാജാവ്, ദൈവം ജ്ഞാനം കൊടുത്ത് അലങ്കരിച്ചതായ രാജാവായിരുന്നു. അന്നത്തെ തലമുറയിൽ, അന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം മനുഷ്യർ ആഘോഷിക്കുന്നതായ ഒരു ചക്രവർത്തിയായിരുന്നു, ഒരു രാജാവായിരുന്നു ശലോമോൻ. ശലോമോന്റെ വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം പ്രശംസിക്കപ്പെട്ട വസ്ത്രധാരണമായിരുന്നു. പക്ഷേ യേശു അതുമായി ബന്ധപ്പെട്ട് പറയുന്നു: നിങ്ങൾ വയലിലെ താമര നോക്ക്, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. അതിനർത്ഥം താമരയ്ക്ക് ദൈവം ഭംഗി കൊടുത്ത് അതിനെ അലങ്കരിച്ച് അതിനെ നമുക്ക് ആകർഷകമാക്കി തോന്നിപ്പിക്കുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ദൈവമാണ്. അതേപോലെ തന്നെ നമ്മയും ആകർഷണത ഉള്ളവരാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവമാണ് അതിനെക്കുറിച്ച് നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യേശു ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ പൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. അപ്പോൾ ആഹാരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. പക്ഷേ കർത്താവ് ആകാശത്തിലേക്ക് വിരച്ചൂണ്ടിയിട്ട് പറവുകളെ കാണിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു: നോക്കണേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അപ്പോൾ അവയ്ക്ക് ദൈവം ആഹാരം കൊടുക്കുന്നെങ്കിൽ, അതുപോലെ വയലിലെ താമരയ്ക്ക് ദൈവം ഭംഗി കൊടുക്കുന്നെങ്കിൽ, ഇവയിലെല്ലാം തന്നെ ശ്രേഷ്ഠമേറിയ ദൈവിക സൃഷ്ടിയായ നിങ്ങൾക്ക് എത്രയധികമായി ദൈവം നൽകും. നമ്മൾ ജോലി ചെയ്തതല്ല ദൈവം ഇവിടെ പറയുന്നത്. നമ്മൾ അധ്വാനിക്കരുതെന്നോ നമ്മൾ വസ്ത്രം ധരിക്കരുതെന്നോ എന്നുള്ളതോ അല്ല ഇവിടെ കർത്താവ് പറയുന്നത്. മറിച്ച് നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. ഏതാണ്ട് 500 കോടിയിലധികം ആളുകൾ ഈ ലോകത്തുണ്ടെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഈ 500 കോടിയിലധികം ആളുകൾക്കും വേണ്ടതായ ആഹാരം ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എത്ര വലിയ അത്ഭുതമേറിയ ഒരു കാര്യമാണ്. നോക്കണേ, ഒരു ദിവസം എത്ര കിലോ ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ എത്രത്തോളം അവൻ അളവ് ആഹാരം കഴിക്കുന്നു. നോക്കണേ, ഈ പ്രകൃതിയിൽ ആഹാരം തീരുന്നുണ്ടോ? തീർന്നു പോകുന്നില്ല. മറ്റു രാജ്യങ്ങളെ നമ്മുടെ രാജ്യം ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നമ്മളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാലും ഇതൊന്നും തന്നെ കുറഞ്ഞു പോകുന്നില്ല. കാരണം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ദൈവം അവയ്ക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ദൈവമാണ് ഒരുക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ കൃഷി ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും ഈ ഒരു ഫലം ഈ വയലിൽ ലഭിക്കണമെങ്കിൽ ദൈവം കനിയാതെ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ വലിയൊരു കാര്യത്തിന് ദൈവം മതിയായവനാണെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ കാര്യത്തിന് ദൈവം എത്രത്തോളം വിശ്വസ്തനാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരും ദൈവത്തെ എപ്പോഴും ഓർത്ത് നമ്മൾ മഹത്വപ്പെടുത്തണം. നമ്മുടെ ഒരു ചെറിയ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ താമസിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതോ ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെയധികം തകർക്കുമ്പോൾ ദൈവം വിശ്വസ്തനെന്ന് എണ്ണുവാനും ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാനും കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ മുഴുവൻ ലോകത്തിനും ആഹാരത്തെ കൊടുക്കുന്നവനായ കർത്താവ്, മുഴുവൻ ലോകത്തിനും ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നവനായ കർത്താവ് നമ്മളെ പോറ്റാതിരിക്കുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിപ്പാനും അതേപോലെ തന്നെ ദൈവം എൻ്റെ കാര്യങ്ങളെ നോക്കുമെന്ന് ഉറപ്പോടുകൂടെ വിശ്വസിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. നമ്മൾ ഇവിടെ വായിച്ചതായ വാക്യത്തിൻ്റെ വിശാലമായൊരു വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ മുമ്പോട്ട് കടന്നു പോകും. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ജീവിതത്തിൽ ദൈവമാണ് സകലതും ഒരുക്കുന്നത്. ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കെല്ലാം തന്നെ ആഹാരം വളരെ ധാരാളമായി കൊടുക്കുന്നതായി ദൈവം ചെറിയ ഒരു വിഷയത്തിന്, അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷയങ്ങളാണെങ്കിൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പരമാധികാരിയാണെന്ന് വിശ്വസിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ഭൂമിയിൽ നീ ഞങ്ങളെ ആക്കി വെച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുമ്പോൾ, വയലിലെ താമരയെ നോക്കുമ്പോൾ, കർത്താവേ, നീ ഞങ്ങളെ എത്രത്തോളം ഭംഗിയായി നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഗ്രഹിപ്പാനും, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വീകരിക്കാനോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ വളരെ നിരാശരും അതേസമയം തന്നെ പ്രതീക്ഷയില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമായി മാറാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ അറിയുന്നു ഈ വചനത്തിലൂടെ, കർത്താവെ, ആകാശത്തിലെ പറവുകളെയും വയലിലെ താമരകളെയും അതിന് ഭംഗിയും അതിന് ആഹാരം കൊടുക്കുന്നതായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും ശ്രേഷ്ഠമേറിയ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറയ്ക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദൈവവചനം കൂടുതൽ പഠിക്കുവാനും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.